ഹായ്, ഇതാ എന്റെ ടിക്കറ്റ്. മാർഷ്മലോസ് ഒരിക്കലുമില്ല, ഇത് നടക്കില്ല. മധുര പലഹാരങ്ങൾ എനിക്ക് തരൂ. ഇപ്പോൾ നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. നിങ്ങൾ വളരെ മോശക്കാരനാണ്. വലിയ കാര്യം. ഹേയ്, നിൽക്കൂ. മധുര പലഹാരങ്ങളുമായി നിങ്ങൾക്ക് സിനിമയ്ക്ക് പോകാൻ കഴിയില്ല. അവനോട് പറയൂ ഫ്രാങ്ക്. ഓ ഓ അതാണോ സിനിമയിലെ പ്രധാന നടി? ഓ, എന്നോട് ക്ഷമിക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. ശരിക്കും? എനിക്കും അങ്ങനെ വേണം. പക്ഷേ ഞാനത് എങ്ങനെ ചെയ്യും? ശരിയാണ്, ഞാൻ രണ്ടാമത്തെ നടിയായ ഈനിഡായി വേഷം മാറാൻ പോകുന്നു. ഹേയ്, തിയേറ്ററിൽ മധുര പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. ഞാൻ പ്രധാന നടിമാരിൽ ഒരാളാണ്. എന്നെ കടത്തിവിടൂ. ഓ, മറ്റൊരു നടി. ഓ, അപ്പോൾ അത് ആരാണ്? നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്നെ കടത്തിവിടൂ. എന്താണ് കാര്യം? നീ എന്തിനാണ് എന്നെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ഞാനാണ് യഥാർത്ഥ നടി. അല്ല, ഞാനാണ് യഥാർത്ഥ നടി. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ ഇത് വളരെ രസകരമാണ്. വരൂ ജോൺ, ഇങ്ങോട്ട് വരൂ. ശരി, മിസ് ഈനിഡ്. അതായത് നിങ്ങൾ ശരിക്കും ഈനിഡ് അല്ല, നിങ്ങൾ വ്യാജനാണ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതാണ് നല്ലത്. ശരി, ഞാൻ സിനിമ കാണാൻ പോകുന്നു. നന്ദി. എന്റെ ടിക്കറ്റ് എവിടെ? ഓ, ദാ അവിടെയുണ്ട്. ഇത് എന്ത് തരത്തിലുള്ള സുന്ദരിയാണ്? ഹായ്, എനിക്ക് അകത്തേക്ക് വരാമോ? നന്ദി, ഇതാ എന്റെ ടിക്കറ്റ്. നിൽക്കൂ. മാഷ്മാലോസുമായി നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല. മധുര പലഹാരങ്ങൾ അനുവദനീയമല്ല. ഒരു പക്ഷേ നിങ്ങൾ മനസ്സ് മാറ്റിയാലോ? എന്നോട് ക്ഷമിക്കൂ, ഇത് എന്നിൽ നടക്കില്ല. എന്ത്? ഞാൻ നിങ്ങൾക്ക് പണം തരാൻ തയ്യാറാണ്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഓ, നീ എന്നെ സ്വാധീനിച്ചു. ശരി, ഞാൻ നിനക്കൊരു മാഷ്മാലോ തരാം. നിൽക്കൂ. എനിക്ക് ഒരെണ്ണം വേണ്ട. എനിക്ക് ഒന്നും വേണ്ട. ഞാൻ ഭക്ഷണമില്ലാതെ സിനിമ കണ്ടോളാം. ശരിക്കും? എനിക്ക് എന്തെങ്കിലും വഴി കണ്ടെത്തണം. നിൽക്കൂ. ഞാൻ ഒരു മീൻപിടുത്തക്കാരനാകും. അത്ര തന്നെ. അടിപൊളി. ചൂണ്ടയെ കുറിച്ച് നമ്മൾ മറക്കരുത്. നിൽക്കൂ. നിങ്ങളുടെ ടിക്കറ്റ് എവിടെ? ഓ, നിങ്ങൾ അത് ശരിക്കും കളഞ്ഞുപോയോ? ഓ ഇല്ല, അവിടെയുണ്ട്. ശരി, പോയിക്കോളൂ. ഹൂറേ, ഞാൻ അകത്തു കടന്നു. ഓ, എന്റെ തൊട്ടടുത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി. ഹലോ അവിടെ. ഹായ്, എനിക്ക് നിന്നെ ചുംബിക്കാമോ? നീ എന്താണ് ചെയ്യുന്നത്? എന്റെ അടുത്തേക്ക് വരരുത്. ഓ, എനിക്കറിയാം. എനിക്ക് ഗാർഡിന്റെ ബോക്സിൽ നിന്ന് കുറച്ച് മാഷ്മാലോസ് വേണം. അപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി തീർച്ചയായും എനിക്ക് അവളുടെ നമ്പർ തരും. അത് നടന്നു. ഓ, നിനക്കിത് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹായ്, ഞാൻ ബ്രിട്ടാനി ബൺ. കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം തയ്യാറാകും. ഒരു സെക്കൻഡ് കാത്തിരിക്കൂ. ഇതെന്താണ്? ഒരു മീൻപിടുത്തക്കാരന്റെ ചൂണ്ടയോ? ശരി, അവിടെ കനമുള്ള ഒരു കോക്ക് കുപ്പി ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കാത്തിരിക്കൂ. എന്ത്? ഓ ഓ ഇത് കോക്കല്ല. എന്നോട് ക്ഷമിക്കൂ. ഒരു നുഴഞ്ഞു കയറ്റക്കാരൻ. അവനെ ഉടൻ പുറത്താക്കൂ. എന്താണ് സംഭവിക്കുന്നത്? ഇല്ല, ഇതാണ് കൂടുതൽ നല്ലത്. ശരി, ഒരു ടിക്കറ്റ്. എല്ലാം ശരിയാണ്, പക്ഷേ എനിക്ക് നിങ്ങളെ പരിശോധിക്കണം. നിങ്ങളുടെ ഹൂഡി വളരെ അയഞ്ഞതാണ്. നിങ്ങൾക്ക് അതിൽ മധുര പലഹാരങ്ങൾ കൊണ്ടുപോകാം. ആഹാ, ഞാൻ എല്ലാം കാണുന്നുണ്ട്. അത് ഇങ്ങോട്ട് തരൂ. ഓ വേണ്ട. നിൽക്കൂ, ഇത് ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയാം. എനിക്കൊരു ആശയമുണ്ട്. ഞാൻ ഇത് തുറന്ന് മേശപ്പുറത്തേക്ക് ഒഴിക്കാൻ പോകുന്നു. ഇനി നമ്മൾ തടിയുടെ കമ്പികൾ എടുത്ത് അതിലേക്ക് മാർഷ്മാലോസ് കോർക്കുന്നു.
നോക്കൂ, ഇത് ശരിക്കും ഒരു അസ്ഥി പോലെയാണ്. എനിക്കിത് എന്റെ ജാക്കറ്റിനടിയിൽ ഒളിപ്പിക്കണം. നമുക്ക് പോയി ഈ ലൈഫ് ഹാക്ക് ഫലിക്കുമോ എന്ന് നോക്കാം. ഹലോ ഗാർഡ്, ഇതാ എന്റെ ടിക്കറ്റ്. മധുര പലഹാരങ്ങൾക്കായി എനിക്ക് നിങ്ങളെ പരിശോധിക്കണം. അവൻ ശ്രദ്ധിക്കാതിരുന്നാൽ മതിയായിരുന്നു, പ്ലീസ്. ഓ, നിങ്ങൾക്ക് 2 അസ്ഥികളുണ്ടോ? അതെ, ഞാൻ വളരെ വ്യത്യസ്തനാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓ അതെ, അത് ഫലിച്ചു. എനിക്ക് ഇപ്പോൾ സിനിമ കാണാനും എന്റെ മാർഷ്മാലോസ് ആസ്വദിക്കാനും കഴിയും. രുചികരം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓ കേറ്റ്, ഇത് നോക്കൂ. അവളൊരു അസ്ഥിയാണോ തിന്നുന്നത്? അത് വിചിത്രമാണ്. നിങ്ങളുടെ ടിക്കറ്റ് അടിപൊളി. ഇനി ഞാൻ മധുരപലഹാരങ്ങൾക്കായി നിങ്ങളെ പരിശോധിക്കാം. എല്ലാം വ്യക്തമാണ്. നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. ആസ്വദിക്കൂ. അടുത്ത ആൾ. മോളെ, സ്കിറ്റിൽസുമായി നിനക്ക് സിനിമയ്ക്ക് പോകാൻ കഴിയില്ല. അതിങ്ങോട്ട് തരൂ. എന്നോട് ക്ഷമിക്കൂ, ഇതൊക്കെയാണ് നിയമങ്ങൾ. ഇത് എന്റെ മിഠായികളാണ്. ഓ, നീ ഭയങ്കര ബഹളമാണല്ലോ. ഓ ശരി, നിനക്ക് അകത്തേക്ക് പോകാം, പക്ഷെ നിലവിളിക്കരുത്. എനിക്കിപ്പോൾ ആ കൊട്ട മുഴുവൻ വേണം. ഇല്ല, അത് നടക്കില്ല. എങ്കിൽ ഞാൻ നിലവിളിക്കാൻ തുടങ്ങും. ഓ എന്റെ ചെവി. നിനക്ക് തൃപ്തിയായല്ലോ കുട്ടിപ്പിശാചേ. ഓ ഹലോ. ഓ ഓ എന്റെ ചീട്ടൂസ് താഴെ വീണു. ഗാർഡ് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് എനിക്കിത് ഒളിപ്പിക്കണം. ഓ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹലോ, ഇതാ എന്റെ ടിക്കറ്റ്. മറ്റൊരു കുട്ടി, നിന്റെ കയ്യിൽ ചീറ്റോസ് ഉണ്ട്. എങ്കിൽ ഞാൻ നിലവിളിക്കാൻ തുടങ്ങും. ഇല്ല, ഞാൻ എന്റെ ഹെഡ്ഫോൺ ധരിക്കും. എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല. ഗാർഡ്സ്, ഇങ്ങോട്ട് വരൂ. ഇല്ല, ഒരിക്കലുമില്ല. എന്നെ വെറുതെ വിടൂ. ഞാൻ നിനക്ക് ചീറ്റോസ് തരാം. എനിക്ക് പാട്ട് കേൾക്കാം, കൂടാതെ ഒരു പുതിയ നിയമവും. വാവ്, ഈ കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പെട്ടി നിറയെ മധുരപലഹാരങ്ങളുണ്ട്. ഞാൻ എല്ലാവരുമായും പങ്കിടും. അതെ, ഇതാ നിനക്ക് കുറച്ച്. എനിക്ക് M&M's ഒരുപാട് ഇഷ്ടമാണ്. അത് തമാശയാണ്. ഓ, ഇത് വളരെ നല്ലതാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. എന്തൊരു കനമുള്ള കൊട്ട. ഞാൻ ഒരുപാട് പലഹാരങ്ങൾ കൂടെ കരുതി. നിങ്ങൾ നിയമങ്ങൾ കണ്ടിട്ടില്ലേ? എനിക്ക് എല്ലാം കണ്ടുകെട്ടേണ്ടി വരും. നിൽക്കൂ. ഇല്ല 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 ഇല്ല, ഇതൊക്കെ എന്റെ പലഹാരങ്ങളാണ്. ഓ ദയവായി അരുത്. നിങ്ങൾ എല്ലാം എടുക്കുകയാണ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. എനിക്കിപ്പോൾ സിനിമയ്ക്ക് പോകാമോ? നന്ദി, പക്ഷേ മധുര പലഹാരങ്ങളില്ലാതെ ഒരു രസമില്ല. ഹലോ, ഞാൻ സിനിമ കാണാൻ വന്നതാണ്. നിങ്ങളുടെ തോളിൽ ഒരു യഥാർത്ഥ മനുഷ്യന്റെ കൈയുണ്ടോ? എന്തൊരു ഭീകരത. ഓ, ആരുമില്ലാത്തപ്പോൾ വേഗം പോകൂ. ഓ, ഇപ്പോൾ എനിക്ക് കുറച്ച് പലഹാരങ്ങൾ ആസ്വദിക്കാം. ആരും എന്നെ നോക്ക്. ഓ ഓ വേണ്ട വേണ്ട വേണ്ട. ഹലോ, അതെ, ദയവായി അകത്തേക്ക് വരൂ. മധുര പലഹാരങ്ങൾ എനിക്കായി കാത്തിരിക്കുന്നു. അതെ, പോകൂ പോകൂ. ശരി, നമുക്ക് സ്കിറ്റിൽസ് ഉപയോഗിച്ച് തുടങ്ങാം. രുചികരം. ശരി, ഇപ്പോൾ എനിക്കിത് കഴിക്കാം. ഈ കൈ മധുരമുള്ള മാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അവളൊരു കൈയാണ് തിന്നുന്നത്. വാവ്. ഓ, എനിക്ക് അസ്വസ്ഥത തോന്നുന്നു. ഇത് വെറുമൊരു മധുരമുള്ള കൈയാണ്. ശരി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് കാര്യം. അവിടെ തമാശയുള്ള വീഡിയോകളുണ്ട്. എന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. ഓ കൊള്ളാം, നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. എങ്കിലും നിൽക്കൂ. നിങ്ങളുടെ കളിപ്പാട്ടം എനിക്ക് തരൂ. എനിക്ക് അത് പരിശോധിക്കണം. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് മിഠായിയുടെ മണം വരുന്നുണ്ട്. ഓ, മൈക്കിനെ മറികടന്ന് ഒരു മിഠായിയും പോകില്ല. ഞാൻ ഇത് പിടിച്ചെടുക്കുകയാണ്. പിന്നെ കരയേണ്ട ആവശ്യമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കടന്നു പോകാം.
എനിക്ക് അകത്തേക്ക് പോകാമോ? ഒരു മിനിറ്റ് നിൽക്കൂ. ടിക്കറ്റ്. നിൽക്കൂ, കറങ്ങൂ. സംശയാസ്പദമാണ്. എനിക്ക് ഈ ബാക്ക് പാക്ക് പരിശോധിക്കണം. ഓ, ഒരു ഗ്ലൗസ്. നിങ്ങൾ ഒരു ബോക്സറാണോ? എന്നോട് ക്ഷമിക്കൂ. വരൂ, അകത്തേക്ക് വരൂ. ഇത് നിർത്തൂ. ഹായ് മോളെ, ഇതാ എന്റെ ടിക്കറ്റ്. എന്നെ കടത്തിവിടൂ. ഈ കളിപ്പാട്ടത്തിനുള്ളിൽ എന്താണ്? വേണ്ട, എന്റെ മിനി മൗസ്. നിർത്തൂ. ഞാൻ എല്ലാം കണ്ടെത്തും. ഒന്നുമില്ല. എന്റെ കളിപ്പാട്ടം മുഴുവൻ കീറിപ്പോയി. എന്നോട് ക്ഷമിക്കൂ മോളെ, ഞാൻ നിന്റെ കളിപ്പാട്ടം ശരിയാക്കി തരാം. ഇപ്പോൾ നന്നായിട്ടുണ്ട്. ഇതിപ്പോൾ കൂടുതൽ അടിപൊളിയാണ്. നീ എന്താണ് ചെയ്തത്? എന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം. ഇതാ കുറച്ച് ചീറ്റോസ്. ദയവായി അകത്തേക്ക് വരൂ. വളരെ നന്ദി, ഞാൻ അവനെ പറ്റിച്ചു. ശരി, ഹലോ. ഇതാ എന്റെ ടിക്കറ്റ്. നിൽക്കൂ. കൊക്കക്കോളയോ? വേണ്ട, ഞാൻ നിങ്ങളെ തീർച്ചയായും അകത്തേക്ക് കടത്തിവിടില്ല. ഇത് ശരിയല്ല. എനിക്കിപ്പോൾ അകത്തേക്ക് വരാമോ? എല്ലാവരുടെയും ശ്രദ്ധ എന്തിലേക്ക്? വൃദ്ധയായ സ്ത്രീയെ, പ്രായമായവരെ കടന്നു പോകാൻ അനുവദിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? അമ്മുമേ, വേണ്ട. ശരി, ഈ വൃദ്ധയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കൂ. മാറി നിൽക്കൂ മോനെ. ഇത് സെക്യൂരിറ്റിക്ക് നേരെയുള്ള ആക്രമണമാണ്. ഇത് അരോചകമാണ്. എന്റെ ഭാഗ്യ അടിവസ്ത്രം. എന്റെ കൂടെ വരൂ, നമുക്ക് കഴിയുന്നത്ര പലഹാരങ്ങൾ വാങ്ങാം. ഒരു പൈയും ഒരു സിനിമയും. ഇതിലും നല്ലത് എന്താണ് ഉള്ളത്? സമ്മതിക്കുന്നു. ഞാൻ ആവേശത്തിലാണ്. എനിക്ക് ചിപ്സ് വളരെ ഇഷ്ടമാണ്. ഇവിടെ ഒരുപാട് രുചികരമായ സാധനങ്ങളുണ്ട്. സിനിമ മുഴുവൻ കാണാൻ ഇത് മതിയാകും. ചിപ്സ് എനിക്ക് തരൂ പെൺകുട്ടി. നീ എല്ലാം ചിതറിച്ചിട്ടു. ഇത് വൃത്തിയാക്കൂ. എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ എന്റെ കൂറ സുഹൃത്തുക്കളെ ഇവിടെ തുറന്നുവിടും. അപ്പോൾ എല്ലാവരും ഓടിപ്പോകും. എനിക്ക് സിനിമ കാണാൻ പോകാം. മികച്ച ബുദ്ധി. വേണ്ട ഗാർഡ്, കേൾക്കൂ. ഇവിടെ കൂറകളുണ്ട്. അവ വളരെ വലുതാണ്. കൂറകൾ, എന്തൊരു ഭീകരത. അത് മാറ്റൂ. എന്നോട് ക്ഷമിക്കൂ, പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതിനാൽ എല്ലാവരും ശാന്ത. ഞാൻ കൂറകളെ ഒഴിവാക്കുകയാണ്. എന്റെ കയ്യിൽ പ്രത്യേക മരുന്നുണ്ട്. ഇത് ഭയങ്കര വിഷമുള്ളതാണ്. അതിനാൽ സൂക്ഷിക്കുക. കൊള്ളാം. ഇപ്പോൾ എനിക്ക് സിനിമ കാണാം. അതൊരു മികച്ച ബുദ്ധിയായിരുന്നു. അതെ, തീർച്ചയായും ഞാൻ എന്റെ പ്രിയപ്പെട്ട ലഘുഭക്ഷണങ്ങളോടൊപ്പം സിനിമ കാണും. അടിപൊളി. എല്ലാവർക്കും സുഖമാണോ? നിൽക്കൂ. ഞാൻ ചിപ്സ് കഴിക്കുന്നത് ആരും കാണരുത്. ഹലോ, നിങ്ങളുടെ ടിക്കറ്റുകൾ തരാമോ? കൊള്ളാം. ഭക്ഷണവും മധുരപലഹാരങ്ങളും ഇല്ല അല്ലേ? ഇല്ല. കൊള്ളാം. പക്ഷെ ഞാൻ എല്ലാം പരിശോധിക്കാൻ പോകുന്നു. നിങ്ങളുടെ ബലൂണുകൾ പൊട്ടിക്കുന്നു. എന്നോട് വളരെ ക്ഷമിക്കൂ. അത് നാണക്കേടായി പോയി. ഹലോ, ഇതാ ഞങ്ങളുടെ ടിക്കറ്റുകൾ. ഞങ്ങൾക്ക് സിനിമ കാണണം. എന്റെ സുഹൃത്തിന് സുഖമില്ല. എന്നോട് വളരെ ക്ഷമിക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് കടന്നു പോകാം. മാൻഡി, നമ്മളത് സാധിച്ചു. നമ്മൾ സിനിമയിലാണ്. പലഹാരങ്ങൾ പുറത്തെടുക്കൂ. തീർച്ചയായും ഇത് പിടിക്കൂ.
നമുക്ക് സ്പ്രൈറ്റ് കുടിക്കാം. ഗാർഡ് ശ്രദ്ധിക്കുക പോലുമില്ല. കണ്ടോ, ഞാനിത് ഈ പ്രത്യേക കുപ്പിയിൽ ഒഴിക്കുകയാണ്. ഇത് ഒരു IV പോലെ ആയിരിക്കും. സ്വാദിഷ്ടം. ഹേയ് കൂട്ടുകാരെ, ഏറ്റവും രസകരമായ വീഡിയോകൾ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ പലഹാരങ്ങളും പരിശോധിക്കാം. വൗ, ഇത് വളരെ സ്വാദിഷ്ടമാണ്. ഇത് നിന്റെ ഏറ്റവും മികച്ച ബുദ്ധിയായിരുന്നു ബ്രിട്ടാനി. ഞാൻ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പങ്കിടാൻ താല്പര്യമുണ്ടോ? അയ്യോ, ഹലോ, ഞാൻ നിങ്ങളെ കണ്ടെത്തി. ദാ പിടിച്ചോ. ഓ, അവർ ഓടിപ്പോയി. ഓ, ഒരു സെക്കൻഡ്, ഞാൻ ടിക്കറ്റുകൾ കണ്ടെത്താം. കൊള്ളാം, പക്ഷെ നിങ്ങൾക്ക് ചിപ്സ് കഴിക്കാൻ കഴിയില്ല. നിങ്ങൾ അവ ഇവിടെ ഉപേക്ഷിക്കണം. ഇത് ശരിയല്ല. ബ്രിട്ടാനി, നോക്കൂ. ഹലോ പെൺകുട്ടികളെ, സുഖമാണോ? ഓ, എന്റെ ദൈവമേ, ഇത് MC സാക്ക് ആണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ ആരാധകനാണ്. സൂക്ഷിക്കുക പെൺകുട്ടികളെ, ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഒരു ഫോട്ടോ എടുക്കാമോ? എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഓ, ഹലോ മിസ്റ്റർ സാക്ക്. നിൽക്കൂ. പക്ഷേ എന്റെ പോക്കറ്റുകളിൽ പലഹാരങ്ങളുണ്ട്. എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ എന്റെ എല്ലാ ഗമ്മികളും തൊപ്പിയിലിടും. എന്റെ ഹെയർ സ്റ്റൈൽ പോലെ. ഗാർഡ് തീർച്ചയായും എന്നെ അകത്തേക്ക് കടത്തിവിടും. അടുത്തതായി, എല്ലാ റാപ്പർമാർക്കും ഉള്ളതുപോലെ ചോക്ലേറ്റ് നാണയങ്ങൾ കൊണ്ട് ഞാനൊരു അടിപൊളി മാല ഉണ്ടാക്കും. പിന്നെ മധുരമുള്ള മോതിരങ്ങളും. ഏയ് അളിയ, ഞാനൊരു അടിപൊളി റാപ്പറാണ് പീറ്റ്. ഞാൻ നിങ്ങളെ കുറിച്ച് കേൾക്കുന്നത് ഇതാദ്യമായാണ്. ഹേയ് ബ്രോ, വരൂ. എല്ലാ ക്ലബുകളിലും നിങ്ങൾക്ക് എന്നെ കേൾക്കാം. എന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. ഞാനത് നിങ്ങൾക്കായി ഒപ്പിട്ട് തരാം. ഇതാ പീറ്റിന്റെ സ്വന്തം ഓട്ടോഗ്രാഫ്. എനിക്ക് നിങ്ങളെ അറിയില്ലെങ്കിൽ പോൽ നിങ്ങൾക്ക് പോകാം. ഓ, ഈ റാപ്പർമാർ. നിൽക്കൂ, നിങ്ങൾ മൈക്രോഫോൺ മറന്നു. ഈ സമയത്ത് എനിക്ക് പാടാൻ കഴിയും. അതെ, എനിക്ക് പലഹാരങ്ങളുമായി അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞു. സ്വാദിഷ്ടം. ബ്രിട്ടാനി, നമുക്ക് ഈ ആളുടെ അടുത്തേക്ക് പോകാം. നിങ്ങൾക്ക് കുറച്ച് മധുര പലഹാരങ്ങൾ ഞങ്ങളുമായി പങ്കിടാമോ? തീർച്ചയായും പെൺകുട്ടികളെ, കഴിച്ചോളൂ. സ്വാദിഷ്ടം. ഇത് വളരെ രുചികരമാണ്. എനിക്കും കുറച്ച് വേണം. മൈക്കിനെ മറികടന്ന് ആരും പോകില്ല. ഹലോ. ഹലോ, ഇതാ എന്റെ ടിക്കറ്റ്. എല്ലാം ശരിയാണ്, പക്ഷെ എനിക്ക് നിങ്ങളെ പരിശോധിക്കണം. എല്ലാം വ്യക്തമാണ്. ഉണരൂ, നിങ്ങൾക്ക് കടന്നു പോകാം. ഇതാ എന്റെ ടിക്കറ്റ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ പൂക്കൾ മധുര പലഹാരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാം. മാർഷ്മെല്ലോസ് വേണ്ട. പക്ഷെ എന്റെ പൂച്ചെണ്ട് തിരികെ തരൂ. ശരി, എനിക്ക് അകത്തേക്ക് വരണം. എനിക്ക് നിങ്ങളുടെ പുസ്തകം പരിശോധിക്കണം. ഓ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് സിനിമ കാണാൻ പോകാം. ഓ, നന്ദി. ശരി, എനിക്ക് പോകാൻ സമയമായി. ഹൂറേ, എന്റെ മധുര പലഹാരങ്ങളുമായി എനിക്ക് സിനിമയിൽ കയറാൻ കഴിഞ്ഞു. ആ മണ്ടൻ ഗാർഡിന് ഒന്നും മനസ്സിലായില്ല. എന്റെ പുസ്തകത്തിൽ ചോക്ലേറ്റുകളുടെയും ക്രാക്കറുകളുടെയും എനിക്ക് ഇഷ്ടമുള്ള എല്ലാറ്റിന്റെയും ഒരു ശേഖരമുണ്ട്. ഞാനിതെങ്ങനെ ചെയ്തുവെന്ന് നോക്കൂ. ഞാനൊരു പുസ്തകം എടുത്ത് അതിന്റെ നടുഭാഗം മുറിച്ചു മാറ്റി. എന്നിട്ട് ഞാൻ അതിൽ ചോക്ലേറ്റുകൾ നിറച്ചു. ഞാൻ കുറച്ച് ക്രാക്കറുകൾ എടുത്തു. എനിക്ക് മറ്റൊരു മികച്ച ബുദ്ധി തോന്നി. നോക്കൂ, എല്ലാം ശരിയായി നടന്നു. നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമാണ്. നന്ദി കൂട്ടുകാരെ. വളരെ രസകരം. എന്തൊരു തമാശയുള്ള സിനിമ. ഹലോ, ഇതാ എന്റെ ടിക്കറ്റ്. ഇതെന്താണ്? ചൂയിംഗം.
ഓ വേണ്ട, നിങ്ങൾക്ക് തീർച്ചയായും അങ്ങനെ അകത്തേക്ക് പോകാൻ കഴിയില്ല. ശരി, തൃപ്തിയായല്ലോ. എനിക്കിപ്പോൾ കടന്നു പോകാമോ? അതെ, അകത്തേക്ക് വരൂ. ഓ, എന്റെ ടിക്കറ്റ്. നിൽക്കൂ. ഭക്ഷണവും മധുരപലഹാരങ്ങളും ഉണ്ടോ എന്ന് എനിക്ക് നിങ്ങളെ പരിശോധിക്കണം. നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. എനിക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് കടന്നു പോകാം. ഓ, നിങ്ങളുടെ കാര്യമോ? കാരിയറിൽ ആരാണ്? ഇത് എന്റെ ദേഷ്യക്കാരനായ നായ റിച്ചിയാണ്. അവനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓ അതെ, എനിക്ക് കടന്നു പോകാൻ കഴിഞ്ഞു. ശരി, പേടിക്കേണ്ട. അവിടെ നായയൊന്നുമില്ല. പകരം ഒരു കൂട്ടം മധുര പലഹാരങ്ങളാണ്. നിങ്ങൾ തന്നെ നോക്കൂ. എനിക്ക് ഗമ്മികൾ വേണം. എന്തൊരു രുചി! ഹേയ്, ഞങ്ങൾക്കും തരാമോ? ഹേയ്, എല്ലാ പലഹാരങ്ങളും എന്റേതാണ്. ആരും ഇത് വാവ്, എന്താ അടിപൊളി സമ്മാനങ്ങളാ! എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം നീലയാണ്. എനിക്ക് നീല നിറത്തിലുള്ള ഒരു ട്രീറ്റും കിട്ടി. എനിക്ക് ചുവന്ന കടലുള്ള ഫുഡാണ് കിട്ടിയത്. എനിക്ക് ബേബി ഫുഡ് ഒന്നും വേണ്ട. എനിക്ക് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാ. പച്ചക്കടലിലുള്ളത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഫ്രണ്ട്സ്, എനിക്ക് തുടങ്ങണം. നോക്കട്ടെ, ഈ ഡ്രിങ്ക് കുടിച്ചാൽ നല്ല എനർജി കിട്ടും. ഓ, എനിക്കിപ്പോൾ നല്ല ശക്തി തോന്നുന്നുണ്ട്. നമുക്ക് ഈ ലോകം മുഴുവൻ ഓടിച്ചൊറ്റാം. ഹോ ചിം, എനിക്കിവിടെ എന്തും ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ വേറെ എന്തൊക്കെയാണുള്ളത്? എന്നെ നോക്കല്ലേ. എനിക്ക് നിന്നെ പൊക്കാൻ പറ്റുമെന്ന് ഉറപ്പാ. ഹാ, രക്ഷിക്കണേ. ഓ എന്റെ ദൈവമേ, എന്ത് വിചിത്രമായ ദിവസമായിന്ന്. അങ്ങനെ ഞാൻ തിരിച്ചെത്തി പെൺകുട്ടികളെ. ഇനി നിങ്ങളുടെ ഊഴം. നമുക്കൊന്ന് നോക്കാം. എന്ത്? ബീറ്റ്റൂട്ടും തക്കാളിയുമോ? എന്റെ തീരുമാനം ഞാൻ മാറ്റി. ഞാൻ നിന്നെ സഹായിക്കാം നിക്കോൾ. വായ തുറക്കൂ. ദാ വിമാനം പറന്നു വരുന്നുണ്ട്. ആ, എനിക്ക് ഈ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ശരി, ഇനി നിന്റെ ഊഴമാണ്. ഒരു മിനിറ്റ് നിൽക്കൂ. എന്റെ 3D ഗ്ലാസ് നോക്കൂ. നിനക്കിത് വേണോ? താങ്ക് യു. ഇനി നമുക്ക് സിനിമ കാണാം. ഒപ്പം പോപ്കോണും കഴിക്കാം. ഓ, എന്തായാലും കുഴപ്പമില്ല. ഈ പോപ്കോൺ പച്ചയാണ്, അതുകൊണ്ട് ഇത് എനിക്കുള്ളതാണ്. നിൽക്കൂ, എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് നല്ല രസമായിരുന്നു. നിക്കോൾ, നിന്റെ ചുണ്ടിനും ചെവിക്കും ഇതെന്തു പറ്റി? എന്ത്? ഓ, എന്റെ ചുണ്ടുകൾ, എന്റെ ചെവികൾ. ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ്. എനിക്ക് എന്ത് തമാശയുള്ള ചെവികളാണുള്ളത്. പെൺകുട്ടികളെ, അത് മതി. ഓ, പുതിയ സമ്മാനങ്ങൾ. എനിക്ക് ഈ ച്യൂയിങ്ങം ഭയങ്കര ഇഷ്ടമാണ്. ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പ്ലേറ്റ് നിറയെ ബർഗറുകൾ. ഇത് കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് ആദ്യം പോകണം. എനിക്ക് ഈ ചുവന്ന ബർഗറുകൾ കഴിക്കാൻ കൊതിയാവുന്നു. 1/2 മിനിറ്റിനുള്ളിൽ എനിക്കിത് തിന്നു തീർക്കാൻ പറ്റും. ശരി, നമുക്കിത് ചെയ്യാം. യമ്മി. അവസാനത്തേത്. ഹുറേ, ഇത് നടന്നു. അയ്യോ ഇല്ല. അയ്യോ, എന്തായാലും കുഴപ്പമില്ല. എനിക്ക് അതിനുള്ളിൽ ഒരു ലോളിപോപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടെത്തി. ഇത് നല്ല രുചിയുള്ളതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. മാൻഡി, നിന്റെ 3D കഴിച്ചു തുടങ്ങിക്കോളൂ. സന്തോഷത്തോടെ. ഈ ച്യൂയിൻഡത്തിന് നല്ല മധുരമുണ്ട്. എനിക്കറിയാമായിരുന്നു. യമ്മി. ഓ, ഈ ചിത്രം കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കും എന്റെ പ്രണയിതാവിനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പ്രിൻസ് ചാർലിംഗ്, ഹലോ. ഓ,
ലില്ലി. ശരി, വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ കാണിച്ചു തരാം. അയ്യോ, അമ്മേ, അയ്യോ, ഒരു തെറ്റ് പറ്റി. നമുക്ക് അവളെ സഹായിക്കാം. ഓഫ്, ഞാൻ ജീവനോടെയുണ്ട്. എന്റെ ദൈവമേ, നിങ്ങളുടെ മൂക്കിന് ഇത് എന്തു പറ്റി? ശരി ശരി, വൗ! അത് വളരെ കൊള്ളാം. എനിക്ക് ഗമീസ് കിട്ടി. എനിക്ക് ചൂയിങ്ങം ഉണ്ട്. ശരി, ആരാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്? ഞാൻ തുടങ്ങാമെന്ന് തോന്നുന്നു. ഓ, നിൽക്കൂ. ഇത് ചുവപ്പാണ്, അതുകൊണ്ട് ഇത് എന്റേതാണ്. ഓ, കഷ്ടം തന്നെ. ഹേ പെൺകുട്ടികളെ, അത് നീലയാണ്, അതുകൊണ്ട് അത് എന്റേതാണ്. ശരി, എനിക്കിനി ജ്യൂസ് ബോൾസ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു മിനിറ്റ് നിൽക്കൂ, എനിക്ക് ഇപ്പോഴും ഇത് ആസ്വദിക്കാം. വൗ! ഇത് പൊട്ടുന്നത് കാണാൻ നല്ല രസമുണ്ട്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നിന്റെ ഊഴമാണ് നിക്കോൾ. നോക്കട്ടെ. ഓ, സിറപ്പ് ചേർത്താൽ ഇത് കൂടുതൽ രുചികരമാകുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. ഓ, ഇതിന് ഇത്രയും പുളിയുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. മാൻഡി, നിന്റേത് കഴിക്ക്. ശരി, ഇത് കാണാൻ ടൂത്ത് പേസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. പല്ല് തേക്കാനുള്ള സമയമായി. ദാ കഴിഞ്ഞു. നീ എന്താണ് ചെയ്യുന്നത്? ഓ, എന്റെ പല്ലുകൾ ഇപ്പോൾ നീല നിറമായി. നിൽക്കൂ, ഞാൻ ടൂത്ത് പേസ്റ്റിന് പകരം ചൂയിങ്ങം എടുത്തതാണെന്ന് തോന്നുന്നു. വൗ! ആ കുമിള കണ്ടോ? എന്റെ കഴുത്ത്. നമ്മളിപ്പോൾ എന്താണ് ചെയ്യുക? ഓ, നിൽക്കൂ, എന്റെ കയ്യിൽ ഒരു കിൻഡർ സർപ്രൈസ് എഗ് ഉണ്ട്. ചുവന്ന പിസ്സ, അടിപൊളി. എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് എന്തിനാണ് ഒരു ബട്ടൺ കിട്ടിയത്? ശരി, അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാം. എന്റെ കിൻഡർ കഴിക്കാൻ എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. ഇതിനുള്ളിൽ എന്ത് തരത്തിലുള്ള കളിപ്പാട്ടമാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയണം. പറയാൻ മറന്നു, നീല ചോക്ലേറ്റിന് ബ്ലൂബെറി ഫ്ലേവർ ആണ്. ഇത് വളരെ രുചികരവും അടിപൊളിയുമാണ്. യമ്മി. അയ്യോ ഇല്ല, ഒരു പാറ്റയോ? ഇല്ല, അത് തമാശയായിട്ടുണ്ട്. എല്ലാവർക്കും ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അയ്യോ ഇല്ല, നിൽക്കോ. ഓ, എന്താണ് സംഭവിച്ചത്? അടുക്കളയിൽ ഒരു പാറ്റയോ? ഞാൻ ദാ വരുന്നു. അമ്മൂമ്മേ, ഞങ്ങളെ രക്ഷിക്കൂ. ഓ, ഒരു ചെരുപ്പ് മാത്രം മതിയാകും. ഹാ, ദൂരേക്ക് പോകൂ. താങ്ക്സ് അമ്മൂമ്മേ, പിന്നെ കാണാം. ബൈ. എനിക്ക് ഇപ്പോൾ പിസ്സ കഴിക്കണം. അതിനായി എന്റെ കയ്യിൽ ഒരു മികച്ച ആശയമുണ്ട്. വ്യത്യസ്ത ലെയറുകൾ ഉപയോഗിച്ച് നമുക്കൊരു വലിയ പീസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിന് കൂടുതൽ രുചി ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. വൗ, അത് കൊള്ളാം. ശരി, നോക്കട്ടെ. ഇനി എന്റെ ഊഴമാണ്. ഈ ബട്ടൺ വിചിത്രമായിരിക്കുന്നു. ഹലോ, നിങ്ങൾ ബട്ടൺ അമർത്തിയോ? എന്റെ കയ്യിൽ നിങ്ങൾക്കായി ഒരു സർപ്രൈസ് ഉണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു ഐസ്ക്രീം. സൂക്ഷിക്കണം, ഇതിലൊരു രഹസ്യമുണ്ട്. എന്ത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് കാണുമ്പോൾ പേടി തോന്നുന്നു. നിന്റെ മുഖം കാണണമായിരുന്നു. നല്ല തമാശയുണ്ട്. ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതിന് നല്ല പുളിയുണ്ട്. എന്റെ കൈകൾ ഇപ്പോൾ തിളങ്ങുന്നുണ്ട്. ഓ, ഇത് വളരെ തിളക്കമുള്ളതാണ്. ഇതെന്താണ്? എനിക്ക് ഇപ്പോൾ സൂപ്പർ പവർ ഉണ്ടെന്ന് തോന്നുന്നു. പെൺകുട്ടികളെ, നിങ്ങളുടെ കാര്യമോ? 3, 2, 1. 3, 2, 1. ഹേയ്! ഓ, രസകരമായിരിക്കുന്നു. ഒരു മോതിരം. എനിക്കൊരു
തണ്ണിമത്തൻ കിട്ടി. യൂഹൂ! നോക്കട്ടെ. ആരാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്? റോക്ക് പേപ്പർ സിസേഴ്സ്. ഓ അതെ, ഞാൻ തന്നെയാണ് ആദ്യം. ശരി, എനിക്ക് മോതിരത്തിന്റെ ആകൃതിയിലുള്ള ഒരു ലോലിപോപ്പ് കിട്ടി. ഇത് വളരെ മികച്ചതാണ്. കൊള്ളാം. ഓ അടിപൊളി. എന്ത്? എന്തായാലും കുഴപ്പമില്ല, നമുക്കൊന്ന് നോക്കാം. എന്ത് മധുരമാണ് ഇത്! ശരിക്കും അത്ഭുതകരമാണ്. ഒരേ സമയം മധുരവും പുളിയുമുണ്ട്. എന്റെ തണ്ണിമത്തൻ ജെല്ലി ആസ്വദിക്കാനുള്ള സമയമായി. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ശരിക്കും ആവേശത്തിലാണ്. നീ ഭാഗ്യവതിയാണ്. പക്ഷേ ഞാൻ ഇതിന്റെ കുരു കഴിക്കില്ല. ഓ നിക്കോൾ, സൂക്ഷിക്കണം. ഹേയ്, എന്നോട് ക്ഷമിക്കൂ. ലിലി, നിനക്ക് സ്വന്തമായി ഫുഡ് ഉണ്ട്. ശരി, നോക്കട്ടെ. ഇതൊരു വ്യത്യസ്തമായ ചിപ്സ് ആണെന്ന് തോന്നുന്നു. ഇത് വളരെ രുചികരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊള്ളാം. നിൽക്കൂ. ഓ എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കൂ. ശാന്തനാകൂ. എന്റെ കയ്യിൽ ഒരു വാക്വം ക്ലീനർ ഉണ്ട്. ഹൂറേ! ഹൈ ഫൈവ് കൂട്ടുകാരാ, നമ്മൾ പൊളിയാണ്. എന്താ ആശ്വാസം. നിൽക്കൂ, നമ്മുടെ നിറം പൂർണ്ണമായി മാറിപ്പോയി. നമ്മളെ കാണാൻ നല്ല തമാശയുണ്ട്. ഓ അതെ.